ഹായ് ഹലോ 2023 മുഴുവൻ കറണ്ട് അഫയേഴ്സ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന കമന്റാണ് 2024 മുഴുവൻ കറണ്ട് അഫയേഴ്സ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് അതിനെ പറ്റി പഠിക്കാൻ പോവാണ്. ആദ്യം തന്നെ ഒരു ചോദ്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞതാണ്, 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് ഞാൻ ഒരു കോഡ് വെച്ച് പഠിക്കാൻ പറഞ്ഞായിരുന്നു. ഓടക്കുഴൽ ആരുടെ കയ്യിലുണ്ടാവുക? അങ്ങനെ ആലോചിച്ചാൽ മതി. ആരുടെ കയ്യിലുണ്ടാവുക? കൃഷ്ണന്റെ കയ്യിലാണ് ഓടക്കുഴൽ ഉണ്ടാവുക അല്ലേ? കൃഷ്ണന്റെ കയ്യിലാണ് ഓടക്കുഴൽ ഉണ്ടാവുക. ആർക്കാ ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഗോപി കൃഷ്ണൻ. എന്താണ്? ഗോപി കൃഷ്ണൻ. അത് മറക്കരുത്. അത് പിന്നെ പറഞ്ഞിരുന്നത് എന്തിനാ വെച്ചാൽ മാർക്ക് ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള സാധനങ്ങളൊന്നും മറന്നു പോകരുത്. അതിനാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാ? 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാ? ഏത് കമ്മീഷൻ? ധനകാര്യ. കിട്ടിയോ? ധനകാര്യ. ഉത്തരം എന്താ? അരവിന്ദ് പനഗരിയ. അപ്പൊ ധനകാര്യ പനഗരിയ. എന്താണ്? ധനകാര്യ പനഗരിയ. കിട്ടിയോ? ധനകാര്യ പനഗരിയ. അങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പൊ 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാ ചോദിച്ചാൽ ധനകാര്യ പനഗരിയ. ഇതിപ്പോ കറണ്ട് ആയിട്ടുള്ള ചോദ്യമല്ലേ? അപ്പൊ 16ാമത് തന്നെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ കറണ്ട് അഫയർ ആണ്. അപ്പൊ കൂടുതലും ചോദിക്കാൻ ചാൻസ് 16ാമത് ധനകാര്യ കമ്മീഷൻ തന്നെയാണ്. ഉത്തരം മാറാൻ ചാൻസ് ഇല്ല. അപ്പൊ ധനകാര്യ പനഗരിയ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത്, മഹാകവിതൈ എന്ന ബുക്ക് എഴുതിയത് ആരാ? മഹാകവിതൈ എന്ന ബുക്ക് രചിച്ചത് ആരാ വെച്ചാൽ വൈരമുത്തു. ആരാണ്? വൈരമുത്തു. അതിനെങ്ങനെ കണക്ട് ചെയ്യുക? ഇത് കണ്ടോ? ഇതാ ഈ സാധനം കണ്ടോ? തൈ തൈ. ഇവിടെ എന്തുണ്ട്? വൈ ഇല്ലേ? അവിടെ എന്തുണ്ട്? വൈ എന്നുണ്ട്. അതുപോലെ തന്നെ തൈ വൈ. അപ്പൊ മഹാകവിതൈ എഴുതിയത് ആരാ? വൈരമുത്തു. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. ഈ രണ്ട് സാധനങ്ങളിൽ കണക്ട് ചെയ്താൽ മതി. അപ്പൊ മഹാകവിതൈ എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ വൈരമുത്തു. ആരാണ്? വൈരമുത്തു. അടുത്തിടെ 5K വനിതാ റോഡ് റേസിൽ ലോക റെക്കോർഡ് നേടിയത് ആരാണ്? അടുത്തിടെ 5K വനിതാ റോഡ് റേസിൽ ലോക റെക്കോർഡ് നേടിയത് ആരാ വെച്ചാൽ ബിയോട്രിസ് ചെബറ്റ്. ആരാണ്? ബിയോട്രിസ് ചെബറ്റ്. നമ്മൾ ഈ റേസ് ഒക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും? ബെറ്റ് വെക്കും. എന്താണ്? ബെറ്റ് വെക്കും. അപ്പൊ ഈ റേസ് ഒക്കെ കാണുമ്പോൾ ബെറ്റ് വെക്കും ആലോചിച്ചാൽ ആ പേര് കിട്ടുമല്ലോ. എന്താണ്? ബിയോട്രിസ് ചെബറ്റ് ആണ്. അടുത്ത ചോദ്യം, ഗുസ്തി താരം KD ജാദവിന്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്ര. ഗുസ്തി താരം KD ജാദവിന്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഏതാണ്? ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. PM വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീർ ആണ്. ഏതാണ്? ജമ്മു കാശ്മീർ. PM വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ ആണ്. 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേള പൂപ്പൊലി 2024 വേദി ഏതാണ്? വയനാടാണ്. 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേള അഥവാ പൂപ്പൊലി 2024 വേദി ഏതാന്ന് ചോദിച്ചാൽ വയനാടാണ്. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരാണ്? കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. ലോകത്തിൽ ആദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ലോകത്തിൽ ആദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി നിലവിൽ വരുന്നത് ഒഡീഷയിലാണ്. എവിടെയാണ്? ഒഡീഷ. ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ആക്രമണം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം ഡോർ അടച്ചു വെക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണ്? ഇക്വഡോർ. എന്താണ്? ഇക്വഡോർ. ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ വേഗം ഡോർ അടച്ചു വെക്കുന്ന ആലോചിച്ചാൽ എന്ത് കിട്ടും? ഇക്വഡോർ എന്ന് കിട്ടും. എന്താണ്? ഇക്വഡോർ. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യം ഏതാണ്? USA ആണ്. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യം ഏതാണ്? USA. ഏതാണ്? USA. അടുത്ത ചോദ്യം, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് ആരാണ്? തന്മയ് അഗർവാൾ ആണ്. ആരാണ്? തന്മയ് അഗർവാൾ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് ആരാന്ന് ചോദിച്ചാൽ തന്മയ് അഗർവാൾ. ആരാണ്? തന്മയ് അഗർവാൾ. ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ ആരാണ്? ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ പ്രീതി രജക്. ആരാണ്? പ്രീതി രജക്. ആരാണ്? പ്രീതി രജക്.
2024 കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണ്? ഈസ്റ്റ് ബംഗാളാണ്. 2024 കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ബംഗാളാണ്. ഇന്റർനാഷണൽ ടൂറിസം ഫെയർ 2024 വേദി എവിടെയാണ്? മാഡ്രിഡ് ആണ്. ഇന്റർനാഷണൽ ടൂറിസം ഫെയർ 2024 വേദി മാഡ്രിഡ് ആണ്. കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷയൊരുക്കുന്ന കേന്ദ്ര സേന ഏതാണ്? CRPF ആണ്. ഏതാണ്? CRPF. കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷയൊരുക്കുന്ന കേന്ദ്ര സേന ഏതാണ്? CRPF ആണ്. 2024 ജനുവരിയിൽ ഫോർബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ആരാണ്? ബെർണാഡ് അർണോൾഡ് ആണ്. ആരാണ്? ബെർണാഡ് അർണോൾഡ്. 2024 ജനുവരിയിൽ ഫോർബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ബെർണാഡ് അർണോൾഡ്. എന്താണ്? ബെർണാഡ് അർണോൾഡ്. KM മാണിയുടെ ആത്മകഥയുടെ പേര്. KM മാണിയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ആത്മകഥ. KM മാണിയുടെ ആത്മകഥ എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ആത്മകഥ. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ആരാണ്? ബസവേശ്വര. ആരാണ്? ബസവേശ്വര. സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതാണ്? INS സുമിത്ര. ഏതാണ്? INS സുമിത്ര. സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ INS സുമിത്ര. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്ക് ആണ്. ഏതാണ്? ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഡെൻമാർക്കാണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യ ചിഹ്നം എന്താണ്? ഷീൻ ഇ ഷി. എന്താണ്? ഷീൻ ഇ ഷി. സ്നോ ലിയോപാഡ് ആണ്. ഹിമപ്പുലിയാണ് സ്നോ ലിയോപാഡ്. എന്താ പേര്? ഷീൻ ഇ ഷി. സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൃന്ദാവനിലാണ്. എവിടെയാണ്? വൃന്ദാവൻ. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൃന്ദാവൻ. അടുത്തിടെ ഫെയ്ത്തിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? പുനീത് ചത്വാൾ ആണ്. ആരാണ്? പുനീത് ചത്വാൾ. പുനീത് ചത്വാൾ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? കൊല്ലം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? കൊല്ലമാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? കൊല്ലം. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി 2024 വേദി. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി 2024 വേദി എവിടെയാണ്? ഗാന്ധിനഗർ ആണ്. എവിടെയാണ്? ഗാന്ധിനഗർ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന എന്താണ്? ഓപ്പറേഷൻ അമൃത്. എന്താണ്? ഓപ്പറേഷൻ അമൃത് ആണ്. 2024 ഹെങ്ക് ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ്? UK-യിലാണ്. 2024 ഹെങ്ക് എന്ന് പേരുള്ള ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ്? UK-യിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ 100 സിക്സറുകൾ നേടിയ ആദ്യ താരം ആരാണ്? മുഹമ്മദ് വാസിം ആണ്. ആരാണ്? മുഹമ്മദ് വാസിം. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ദീപ്തി ശർമ്മ. ആരാണ്? ദീപ്തി ശർമ്മ. ലോക വ്യാപാര സംഘടനയുടെ പുതിയ ഇന്ത്യൻ അംബാസഡർ ആരാണ്? സെന്തിൽ പാണ്ഡ്യൻ. ലോക വ്യാപാര സംഘടനയുടെ പുതിയ ഇന്ത്യൻ അംബാസഡർ ആരാ? സെന്തിൽ പാണ്ഡ്യൻ. ആരാണ്? സെന്തിൽ പാണ്ഡ്യൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാന്ന് ചോദിച്ചാൽ വീരമണിദാസൻ. ആരാണ്? വീരമണിദാസൻ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ്? കണ്ണൂരാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? നാഗ്പൂരാണ്. എവിടെയാണ്? നാഗ്പൂർ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷെയ്ഖ് ഹസീന. ആരാണ്? ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ഹസീനയാണ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഗബ്രിയേൽ അറ്റാൽ. ആരാണ്? ഗബ്രിയേൽ അറ്റാൽ ആണ്.
MK താനു പുരസ്കാരത്തിന് 2024 അർഹനായത് ആരാണ്? MT വാസുദേവൻ നായരാണ്. ആരാണ്? MT വാസുദേവൻ നായർ. വിങ്സ് ഇന്ത്യ 2024 വേദി എവിടെയാണ്? ഹൈദരാബാദ് ആണ്. വിങ്സ് ഇന്ത്യ 2024 വേദി എവിടെയെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ് ആണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി എവിടെയാണ്? ഇന്ത്യയാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ 2ാമത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പുനലൂർ സോമരാജൻ. ആരാണ്? പുനലൂർ സോമരാജൻ. അടുത്തിടെ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? അടുത്തിടെ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ്. ഏതാണ്? ദക്ഷിണ കൊറിയ. യൂറോപ്യൻ യൂണിയന്റെ കോർപ്പർണിക് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? ഏതായിരിക്കും? 2023 ആണ്. ഏതാണ്? 2023 ആണ്. 2024 നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി 2024 നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി ഏതാണ്? നാസിക് ആണ്. ഏതാണ്? നാസിക്. 2024 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ്? അസർബൈജാൻ. ഏതാണ്? അസർബൈജാൻ. 2024 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ്? അസർബൈജാൻ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 വിക്കറ്റ് തികച്ച ആദ്യ താരം ആരാണ്? ടീം സൗത്തിയാണ്. ആരാണ്? ടീം സൗത്തി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 വിക്കറ്റ് തികച്ച ആദ്യ താരം ആരാണ്? ടീം സൗത്തി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 100 വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരം ആരാണ്? രോഹിത് ശർമ്മയാണ്. ആരാണ്? രോഹിത് ശർമ്മ. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80ാമതാണ്. എത്രയാണ്? 80ാമത്. അടുത്തിടെ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈന. ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? സാറ ജോസഫിനാണ്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. തായ്വാനിന്റെ പുതിയ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ലായ് ചിങ് ടി. ആരാണ്? ലായ് ചിങ് ടേ. ആരാണ്? ലായ് ചിങ് ടേ. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവി ആരാണ്? കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാൻ. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവി ആരാന്ന് ചോദിച്ചാൽ കുമാരനാശാൻ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കേരളമാണ്. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ്. ഏതാണ്? വയനാട്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? എസ് ശ്രീകല. ആരാണ്? എസ് ശ്രീകല. എസ് ശ്രീകലയാണ്. കാളി എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത് ആര്? കാളി എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത് ആരാ? അശ്വതി ശ്രീകാന്ത് ആണ്. ആരാണ്? അശ്വതി ശ്രീകാന്ത്. ആരാണ്? അശ്വതി ശ്രീകാന്ത് ആണ്. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാന്ന് ചോദിച്ചാൽ ശശി തരൂർ ആണ്. ആരാണ്? ശശി തരൂർ. ഇന്ദ്രൻസിന്റെ ആത്മകഥ സിമ്പിൾ അല്ലേ? എന്താണ്? ഇന്ദ്രധനുസ്. ഇന്ദ്രൻസിന്റെ ആത്മകഥ എന്താന്ന് ചോദിച്ചാൽ ഇന്ദ്രധനുസ്. കിട്ടിയല്ലോ. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളം നടപ്പാക്കുന്ന കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതി ഏതാണ്? കേര. ഏതാണ്? കേര. സംസ്ഥാന സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോം ആണ് ഏത്? സി സ്പേസ്. ഏതാണ്? സി സ്പേസ്. ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആശ്വാസം. ഏതാണ്? ആശ്വാസം. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാവും? ആശ്വാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ കിട്ടുമല്ലോ, ആശ്വാസം. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി, ഏകാരോഗ്യ പദ്ധതി. എല്ലാത്തിനും ഏകാരോഗ്യം. അങ്ങനെ ആലോചിച്ചാൽ പോരെ. എന്താണ് ഏകാരോഗ്യ പദ്ധതി? പ്രഥമ ആനന്ദ തീർത്ഥൻ അവാർഡിന് അർഹനായത് ആരാണ്? പെരുമാൾ മുരുകൻ. പ്രഥമ ആനന്ദ തീർത്ഥൻ അവാർഡിന് അർഹനായത് ആരാ? പെരുമാൾ മുരുകൻ. പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. ആരാണ്?
കുറുമാട്ടി. ആരാണ്? കുറുമാട്ടി രാഗിണി. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജയ് ഷാ. ആരാണ്? ജയ് ഷാ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജയ് ഷാ. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? സ്നേഹഹസ്തം. എന്താണ്? സ്നേഹഹസ്തം. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നയപ്രഖ്യാപനം നടത്തിയ ആദ്യ രാഷ്ട്രപതി ആരായിരിക്കും? ആരാണ്? ദ്രൗപദി മുർമു. ആരാണ്? ദ്രൗപദി മുർമു. ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയി ആചരിക്കുന്ന വർഷം എപ്പോഴാണ്? 2024 ആണ്. എപ്പോഴാണ്? 2024. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024ന്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024ന്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. ICCയുടെ വാർഷിക പൊതുയോഗം 2024ന്റെ വേദി ഏതാണ്? ശ്രീലങ്കയാണ്. ഏതാണ്? ശ്രീലങ്ക. 2024 ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ ആരാണ്? അഭിനവ് ബിന്ദ്ര. ആരാണ്? അഭിനവ് ബിന്ദ്ര. ബഹിരാകാശ യാത്രകൾക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്ര. എവിടെയാണ്? മഹാരാഷ്ട്ര. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനിയാണ്. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? LK അദ്വാനി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആരാണ്? റിതു ബെഹ്റി. ആരാണ്? റിതു ബെഹ്റി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത റിതു ബെഹ്റി. 2026 ഫിഫ ലോകകപ്പ് ഫൈനലിന്റെ വേദി എവിടെയാണ്? ന്യൂജേഴ്സിയാണ്. 2026 ഫിഫ ലോകകപ്പ് ഫൈനലിന്റെ വേദി ന്യൂജേഴ്സിയാണ്. രാമകൃഷ്ണൻ പുരസ്കാരത്തിന് 2024 അർഹനായത് ആരാണ്? റഫീഖ് റഹ്മാനാണ്. ആരാണ്? റഫീഖ് റഹ്മാൻ. രാമകൃഷ്ണൻ പുരസ്കാരത്തിന് 2024 അർഹനായത് റഫീഖ് റഹ്മാനാണ്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ഏതാണ്? ഉത്തരാഖണ്ഡ്. അപൂർവ രോഗപരിചരണത്തിനായി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? കെയർ. ഏതാണ്? കെയർ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഹൈദരാബാദ് ആണ്. എവിടെയാണ്? ഹൈദരാബാദ്. 2023-24 വർഷത്തെ കേരള പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ ആരാണ്? കേരള യുണൈറ്റഡ് ആണ്. ഏതാണ്? കേരള യുണൈറ്റഡ്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? മാനാഞ്ചിറ. കോഴിക്കോടുള്ള മാനാഞ്ചിറയിലാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? നവാഫ് സലാം. ആരാണ്? നവാഫ് സലാം ആണ്. ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ സ്റ്റെബ് ആണ്. ആരാണ്ട്? അലക്സാണ്ടർ സ്റ്റെബ്. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നമ്മൾ പഠിച്ചു? ധനകാര്യ പനഗരിയ. അങ്ങനെ പഠിക്കാൻ പറഞ്ഞോ? ഇല്ലേ? അപ്പൊ ധനകാര്യ പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു ആണ്. ആരാണ്? ആനി ജോർജ് മാത്യു. ആദിശങ്ക ട്രസ്റ്റിന്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് എന്താണ്? ആദിശങ്ക ട്രസ്റ്റിന്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എസ് സോമനാഥ് ആണ്. ആരാണ്? ഡോക്ടർ എസ് സോമനാഥ്. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെയാണ്? കുറ്റിപ്പുറം. മലപ്പുറത്തുള്ള കുറ്റിപ്പുറമാണ്. 2024 തണ്ണീർത്തട ദിന പ്രമേയം വെറ്റ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. എന്താണ്? വെറ്റ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാണ്? നിർമ്മല സീതാരാമൻ. എത്ര തവണയാണ്? 6 തവണ. നിർമ്മല സീതാരാമൻ. 2024 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 80 ആണ്. എത്ര? 80. ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യത നിവാരണ പദ്ധതി ഏതാണ്? ജനനി. ഏതാണ്? ജനനി. 2024 ഫെബ്രുവരിയിൽ തമിഴ് നടൻ വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തമിഴക വെട്രി കഴകം. ഏതാണ്? തമിഴക വെട്രി കഴകം. ആരാണ് ആരംഭിച്ചത്? വിജയ് ആണ്. തമിഴക വെട്രി കഴകം.
2024 ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി നേടിയത് ആരാണ്? ഗൗരി പാർവതിബായി ആണ്. ആരാണ്? ഗൗരി പാർവതിബായി. ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ തികക്കുന്ന ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. ആരാണ്? ജസ്പ്രീത് ബുംറ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഒലെഗ് കൊനോനെൽകോ. ആരാണ്? ഒലെഗ് കൊനോനെൽകോ. 878 ദിവസമാണ്. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ്? ആരുടെയാണ്? സുഗതകുമാരി. ആരുടെയാണ്? സുഗതകുമാരിയുടെ. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? കളമശ്ശേരി. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? കളമശ്ശേരിയാണ്. പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? കെ ലിഫ്റ്റ് ആണ്. ഏതാണ്? കെ ലിഫ്റ്റ്. ഏതാണ്? കെ ലിഫ്റ്റ് ആണ്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതിയാണ്. ഏതാണ്? സുപ്രീം കോടതി. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥ ഏതാണ്? അതിജീവിതം. ഏതാണ്? അതിജീവിതം. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? ലഡാക്കും ഗുൽമാർഗും. ഏതൊക്കെയാണ്? ലഡാക്ക്, ഗുൽമാർഗ്. അടുത്ത ചോദ്യം, ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കേരളം. ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കേരളമാണ്. ഏതാണ്? കേരളം. ഏഷ്യൻ കപ്പ് 2023 ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ ഏതാണ്? ഖത്തറാണ്. ഏഷ്യൻ കപ്പ് 2023 ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ ആരാണ്? ഖത്തറാണ്. ആരാണ്? ഖത്തർ. 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ. ആരാണ്? MS സ്വാമിനാഥൻ. ആരാണ്? MS സ്വാമിനാഥനാണ്. അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നും ആരംഭിച്ച ആദ്യത്തെ സ്പെഷ്യൽ ട്രെയിൻ ഏതാണ്? ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ. ഏതാണ്? ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ. ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ ആണ്. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായ മലയാളി ആരാണ്? ചെറുവയൽ രാമൻ. ആരാണ്? ചെറുവയൽ രാമനാണ്. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളം. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കേരളമാണ്. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച അഹങ്കാരി അല്ല കേട്ടോ, ഹംഗറിയാണ്. എന്താണ്? ഹംഗറിയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടേ, ഇതൊന്നും പഠിച്ചു വെക്കല്ലേ. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹംഗറി പ്രസിഡന്റ് ആരാണ്? കാറ്റലിൻ നൊവാക്ക് ആണ്. ആരാണ്? കാറ്റലിൻ നൊവാക്ക്. കാറ്റലിൻ നൊവാക്ക്. പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ആരാണ്? ശ്രീകുമാരൻ തമ്പി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം എവിടെയാണ്? ഡൽഹിയാണ്. എവിടെയാണ്? ഡൽഹി. ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ വിജയികളായത് ആരാണ്? ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കേരളമാണ്. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അവാർഡ് നേടിയത് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആർ അശ്വിൻ ആണ്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഗുൽസാറും രാം ഭദ്രാചാര്യയും. ആരാണ്? ഗുൽസാറും രാം ഭദ്രാചാര്യ. ഗുൽസാർ, രാം ഭദ്രാചാര്യ. ഭാരത് അരിക്ക് ബദലായി കേരളം പുറത്തിറക്കുന്ന അരി ഏതാണ്? കെ റൈസ് ആണ്. ഏതാണ്? കെ റൈസ്. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. എവിടെയാണ്? കൊട്ടാരക്കര. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം എവിടെയാണ്? കർണാടകയാണ്. കർണാടക. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രത്തിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ഏതാണ്? ലഞ്ച് ബെൽ ആണ്. ഏതാണ്? ലഞ്ച് ബെൽ.
ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത്? എവിടെയാണ്? പത്തനംതിട്ട ജില്ലാ കോടതി. എവിടെയാണ്? പത്തനംതിട്ട ജില്ലാ കോടതി. അടുത്തിടെ മലബാർ ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് കണ്ടെത്തിയ കോന എംബിജി ഏത് ജീവി വിഭാഗത്തിൽ പെടുന്നു? ഏത് ജീവിയാണ്? കടന്നലാണ്. ഏതാണ്? കടന്നൽ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാന തുക എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപയാണ്. 77ാമത് ബാഫ്റ്റ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഓപ്പൺ ഹെയ്മർ ആണ്. ഏതാണ്? ഓപ്പൺ ഹെയ്മർ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കലാമണ്ഡലം കേശവൻ നമ്പീശൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? കഥകളിയാണ്. ഏതാണ്? കഥകളി. 2024 ഫെബ്രുവരിയിൽ തറക്കല്ലിട്ട കോമരവല്ലി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയിലാണ്. എവിടെയാണ്? തെലുങ്കാന. കേരളത്തിന്റെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ. ആരാണ്? വി ഹരി നായരാണ്. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ സുതാര്യ. ഏതാണ്? ഓപ്പറേഷൻ സുതാര്യാണ്. കേരള ബാങ്കിന്റെ പുതിയ സിഇഒ ആരാണ്? ജോർട്ടി എം ചാക്കോ. കേരള ബാങ്കിന്റെ പുതിയ സിഇഒ ആരാണെന്ന് ചോദിച്ചാൽ ജോർട്ടി എം ചാക്കോ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? എം ആർ കുമാർ ആണ്. ആരാണ്? എം ആർ കുമാർ. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാ? എം ആർ കുമാർ ആണ്. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി എന്താണ്? വി ഹെൽപ്പ്. എന്താണ്? വി ഹെൽപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. ആരാണ്? ശുഭ്മാൻ ഗിൽ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം ഏതാണ്? തളിപ്പറമ്പ്. കണ്ണൂരിലെ തളിപ്പറമ്പാണ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡർ ഏതാണ്? ഒഡീസിയസ്. ഏതാണ്? ഒഡീസിയസ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡർ ഏതാന്ന് ചോദിച്ചാൽ ഒഡീസിയസ് ആണ്. 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയും മാലിദ്വീപും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ത്രിരാഷ്ട്ര നാവികാഭ്യാസം ഏതാണ്? ദോസ്തി 16 ആണ്. ഏതാണ്? ദോസ്തി 16. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തൂത്തുക്കുടിയാണ്. എവിടെയാണ്? തൂത്തുക്കുടി. എവിടെയാണ്? തൂത്തുക്കുടിയാണ്. ജിമെയിലിനു ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം എക്സ് മെയിൽ ആണ്. എന്താണ്? എക്സ് മെയിൽ. പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാണ്? മറിയം നവാസ്. പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാണ്? മറിയം നവാസ് ആണ്. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ആരൊക്കെയാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാംശു ശുക്ല. ആരൊക്കെയാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാംശു ശുക്ല. 2024 ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ. ആരാണ്? ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ ആണ്. ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് 2024ന്റെ വേദി എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. എവിടെയാണ്? മഹാരാഷ്ട്ര. ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് 2024ന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. 2024 കണക്കു പ്രകാരം യുറാനസിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 28 എണ്ണമാണ്. യുറാനസിൽ എത്ര എണ്ണമാണ്? 28 ഉപഗ്രഹങ്ങളാണ്. 2023-24 വർഷത്തെ UEFA വനിതാ നേഷൻസ് ലീഗ് കപ്പ് ഫുട്ബോളിന്റെ കിരീടം നേടിയത് ആരാണ്? സ്പെയിൻ ആണ്. ആരാണ്? സ്പെയിൻ. രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളം. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? രംഗ്പോ. എവിടെയാണ്? രംഗ്പോലാണ്. എവിടെയാണ്? രംഗ്പോ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? നെല്ലിക്ക. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് നെല്ലിക്ക. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം ഏതാണ്? യുവിക്ക. ഏതാണ്? യുവിക്ക. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കൊച്ചിയാണ്. ഏതാണ്? കൊച്ചി. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മിക്കുന്നത് എവിടെയാണ്? കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയിലാണ്. എവിടെയാണ്? കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയിൽ.
അടുത്തിടെ ശാസ്ത്രജ്ഞർ ഡാനിയോനെല്ല സെറിബ്രം എന്ന കുഞ്ഞൻ മത്സ്യത്തെ കണ്ടെത്തിയ രാജ്യം. അടുത്തിടെ ശാസ്ത്രജ്ഞർ ഡാനിയോനെല്ല സെറിബ്രം എന്ന കുഞ്ഞൻ മത്സ്യത്തെ കണ്ടെത്തിയ രാജ്യമാണ് മ്യാൻമർ. എവിടെയാണ്? മ്യാൻമർ. 2024 കേൾവി ദിനത്തിന്റെ പ്രമേയം, കേൾവി ദിനം എന്ന മാർച്ച് 3 പ്രമേയം എന്താ? ചേഞ്ചിങ് മൈൻഡ് സെറ്റ്സ്, ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ. എന്താണ്? ചേഞ്ചിങ് മൈൻഡ് സെറ്റ്സ്, ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ. വന കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ഹാരിയർ. ഏതാണ്? ഹാരിയർ ആണ്. വന കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഹാരിയർ. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി ഏതാണ്? പെരിയാറാണ്. ഏതാണ്? പെരിയാർ. ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ഏതാണ്? ജിയോ ആണ്. ഏതാണ്? ജിയോ. പാകിസ്ഥാന്റെ 24ാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ഷഹബാസ് ഷെരീഫാണ്. ആരാണ്? ഷഹബാസ് ഷെരീഫാണ്. സംസ്ഥാനത്തെ ആദ്യ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? മറയൂരാണ്. എവിടെയാണ്? മറയൂർ. 2023 UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 112ാമതാണ്. എത്രയാണ്? 112ാമത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ അല്ലെങ്കിൽ BSF ആദ്യ വനിതാ സ്നൈപ്പർ ആരാണ്? സുമൻ കുമാരി. ആരാണ്? സുമൻ കുമാരിയാണ്. സാംസ്കാരിക വകുപ്പിന് കീഴിലെ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? MK സാനു ആണ്. ആരാണ്? MK സാനു. 21ാമത് ബയോ ഏഷ്യ ഉച്ചകോടി 2024 വേദി എവിടെയാണ്? ഹൈദരാബാദ് ആണ്. എവിടെയാണ്? ഹൈദരാബാദ്. എവിടെയാണ്? ഹൈദരാബാദ് ആണ്. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പ് ഏതാണ്? ഹജ്ജ് സുവിധ ആപ്പ് ആണ്. ഏതാണ്? ഹജ്ജ് സുവിധ ആപ്പ് ആണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ്? വയനാടാണ്. ഏതാണ്? വയനാട്. 2024 മാർച്ചിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഷഹബാസ് നദീം ഏത് രാജ്യത്തിന്റെ താരമാണ്? ഏത് രാജ്യത്തിന്റെയാണ്? ഇന്ത്യയുടെ താരമാണ്. 2024 മാർച്ചിൽ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ഏതാണ്? ചൈന. 2024 വനിതാ ദിനത്തിന്റെ പ്രമേയം എന്നാണ്? വനിതാ ദിനം മാർച്ച് 8 അപ്പൊ 2024 വനിതാ ദിനത്തിന്റെ പ്രമേയം എന്നാ? ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. എന്താണ്? ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. 2024 മാർച്ചിൽ നാറ്റോയിൽ അംഗമായ രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. 2024 മാർച്ചിൽ നാറ്റോയിൽ അംഗമായ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ സ്വീഡൻ ആണ്. സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? ചേർത്തലയിലാണ്. സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? ചേർത്തല. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നേർവഴി. ഏതാണ്? നേർവഴി. 2024 ഇറാസ്മസ് പ്രൈസ് ജേതാവായ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? അമിതാവ് ഘോഷാണ്. ആരാണ്? അമിതാവ് ഘോഷാണ്. 2024 മാർച്ച് 9 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടപ്പാത തുരങ്കം ഏതാണ്? സെല തുരങ്കമാണ്. ഏതാണ്? സെല തുരങ്കം. രാജ്യത്ത് ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം എവിടെയാണ്? ജാർഖണ്ഡ് ആണ്. എവിടെയാണ്? ജാർഖണ്ഡ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഇന്ത്യ AI മിഷൻ. എന്താണ്? ഇന്ത്യ AI മിഷൻ. 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അരുൺ ഗോയൽ ആണ്. ആരാണ്? അരുൺ ഗോയൽ. പാകിസ്ഥാന്റെ 14ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആസിഫ് അലി സർദാരിയാണ്. ആരാണ്? ആസിഫ് അലി സർദാരി. ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമ ഏതാണ്? ആക്ഷൻ ഹീറോ ബിജു 2 ആണ്. ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമ ഏതാന്ന് ചോദിച്ചാൽ ആക്ഷൻ ഹീറോ ബിജു 2. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം എവിടെയാണ്? സൗദി അറേബ്യയിലാണ്. എവിടെയാണ്? സൗദി അറേബ്യ. രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനക്ക് രൂപം നൽകിയ സംസ്ഥാനം എവിടെയാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മലയാള നടൻ ആരാണ്? ടൊവിനോ തോമസ് ആണ്. ആരാണ്? ടൊവിനോ തോമസ്. ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്.
2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാ? അഗ്നി 5 ആണ്. ഏതാണ്? അഗ്നി 5 ആണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ ഏതാണ്? കേരള നിയമസഭയാണ്. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ ഏതാണ്? കേരളം. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ഏതാണ്? AS രാജീവ് ആണ്. ആരാണ്? AS രാജീവ്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? നായിബ് സൈനിയാണ്. ആരാണ്? നായിബ് സൈനി. അനധികൃത പശുക്കടത്ത് തടയാൻ ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച പരിശോധന എന്താണ്? ഓപ്പറേഷൻ കാമധേനു. എന്താണ്? ഓപ്പറേഷൻ കാമധേനു ആണ്. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയത്? ഏതാണ്? മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്ര. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ആരാണ്? മുംബൈ ആണ്. ആരാണ്? മുംബൈ. ഇന്ത്യയുടെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിതനായത് ആരൊക്കെയാണ്? ജ്ഞാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവും. ആരാണ്? ജ്ഞാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവുമാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഏതാണ്? മഞ്ഞുമൽ ബോയ്സ്. ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് ആണ്. ആരാ ഡയറക്ട് ചെയ്തത്? ചിദംബരമാണ്. ആരാണ്? ചിദംബരം. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി അധ്യക്ഷനാരാ? രാംനാഥ് കോവിന്ദ് ആണ്. ആരാണ്? രാംനാഥ് കോവിന്ദ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ വേദി എവിടെയാണ്? USA ആണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ വേദി എവിടെയാണ്? USA ആണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? സെക്കറിയാണ്. ആരാണ്? സെക്കറിയ. 2024 മാർച്ചിൽ പുറത്തു വന്ന ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 ആണ്. എത്രയാണ്? 126 ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കുന്നത്? അപ്പൊ 90ാമത്തെ വാർഷികല്ലേ? അപ്പൊ എത്ര രൂപയുടെ നാണയമാവും? 90 രൂപയുടെ നാണയം. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം വാട്ടർ ഫോർ പീസ്. എന്താണ്? വാട്ടർ ഫോർ പീസ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ആരാണ്? അജന്ത ശരത് കമൽ ആണ്. ആരാണ്? അജന്ത ശരത് കമൽ. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ആരാണ്? നരേന്ദ്രമോദിയാണ്. ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ. ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ വാക്സിൻ ഏതാ? ലങ് വാക്സ് ആണ്. ഏതാണ്? ലങ് വാക്സ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് എന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ്. എന്താണ്? ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു. കഴിഞ്ഞ വർഷത്തെ മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? PR ശ്രീജേഷ് ആണ്. ആരാണ്? PR ശ്രീജേഷ്. ആടുജീവിതം എന്ന സിനിമ ഡയറക്ട് ചെയ്തത് ആരാണ്? ബ്ലസ്ലി ആണ്. ആരാണ്? ബ്ലസ്ലി. ഏറ്റവും വേഗത്തിൽ 50 കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമ ഏതാണ്? ആടുജീവിതമാണ്. ഏതാണ്? ആടുജീവിതം. അയർലാൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? സൈമൺ ഹാരിസ് ആണ്. ആരാണ്? സൈമൺ ഹാരിസ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് ആരാ? KR മീരയാണ്. ആരാണ്? KR മീര. കേരളത്തിന്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് S മണികുമാർ ആണ്. ആരാണ്? ജസ്റ്റിസ് S മണികുമാർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഏതാണ്? എൻകോർ ആണ്. ഏതാണ്? എൻകോർ. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിൽ എത്തി അധ്യാപകർ പഠന പിന്തുണ നൽകുന്ന പദ്ധതി ഏതാണ്? വീട്ടുമുറ്റത്തെ വിദ്യാലയം. എന്താണ്? വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ദേവിക. ആരാണ്? ദേവിക. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ്? ശെന്തുരുണിയാണ്. ഏതാണ്? ശെന്തുരുണി. 2024 തോമസ് കപ്പിന്റെ വേദി എവിടെയാണ്? ചൈനയാണ്. 2024 തോമസ് കപ്പിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ചൈന. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യം ഏതാണ്? ഗയാന. ഏതാണ്? ഗയാനയാണ്. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റപ്പുലിയുടെ പേരെന്താ? എന്താണ്? മുഗി. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റപ്പുലി.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തരിശുഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതി ഏതാണ്? ദേവഹരിതം. ഏതാണ്? ദേവഹരിതം. കേരളത്തിലെ ആഡംബര നികുതിയുടെ പുതിയ പേര് ഏതാണ്? അധിക നികുതി. കേരളത്തിലെ ആഡംബര നികുതിയുടെ പുതിയ പേരെന്താണ്? അധിക നികുതി. പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സുരേഷ് ഇളമൺ. ആരാണ്? സുരേഷ് ഇളമൺ. ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി ഏതാണ്? മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ്. ഏതാണ്? മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് ആണ്. 2024 ഏപ്രിലിൽ അണക്കെട്ട് തകർന്ന് പ്രളയം ഉണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒറൻബർഗ് നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? റഷ്യയിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റഷ്യയിലാണ്. 2023 മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹർദിക് സിംഗിനാണ്. ആർക്കാണ്? ഹർദിക് സിംഗ്. 2023 മികച്ച വനിതാ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സലിമ ടെട്ടെ. സലിമ ടെട്ടേക്കാണ്. ഒളിമ്പിക്സിൽ ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ബിൽക്കിസ് മിർ. ആരാണ്? ബിൽക്കിസ് മിർ ആണ്. തിരഞ്ഞെടുപ്പ് ജോലിക്കുള്ള ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ ഏതാണ്? ഓർഡർ. ഏതാണ്? ഓർഡർ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അധികം വോട്ടർമാർ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. എവിടെയാണ്? മലപ്പുറമാണ്. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി ഏതാണ്? ഹാറ്റ്സ്. ഏതാണ്? ഹാറ്റ്സ് ആണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാറ്റിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? രാമേശ്വരത്താണ്. എവിടെയാണ്? രാമേശ്വരത്ത്. IPL-ൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരം ആരാണ്? രവീന്ദ്ര ജഡേജയാണ്. ആരാണ്? രവീന്ദ്ര ജഡേജ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കു പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ഹെപ്പറ്റൈറ്റിസ് B-C വൈറസ് ബാധിതർ ഉള്ള രാജ്യം എവിടെയാണ്? ചൈനയിലാണ്. എവിടെയാണ്? ചൈന. US പ്രസിഡന്റിന്റെ ഗോൾഡൻ വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ ആരാണ്? ലോകേഷ് മുനിയാണ്. ആരാണ്? ലോകേഷ് മുനി. ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്തിൽ നിന്നാണ് ഇഗ്ല-S എന്ന മിസൈൽ വാങ്ങുന്നത്? എവിടെ നിന്നാണ്? റഷ്യ. റഷ്യയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റൊമാനിയയാണ്. ഏതാണ്? റൊമാനിയ. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്ന രാജ്യം എവിടെയാണ്? റഷ്യയാണ്. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? 10 ആണ്. ആദ്യത്തെ രാജ്യം ഏതാ? റഷ്യ. ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ 10 ആണ്. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ ആണ്. ഏതാണ്? വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ചിരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ബാങ്ക് ആണ്. ഏതാണ്? HDFC ബാങ്ക്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ മേധാവി സ്ഥാനത്തു നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരം ആരാണ്? മേരി കോം. ആരാണ്? മേരി കോം ആണ്. 2024 കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. ഏതാണ്? കേരള ഹൈക്കോടതി. മിന്നുമണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ടീമിൽ എത്തുന്ന മലയാളി താരങ്ങൾ. അപ്പൊ ആദ്യം എത്തിയത് ആരാന്നറിയാലോ? മിന്നുമണിയാണ്. മിന്നുമണിക്ക് ശേഷം എത്തുന്ന ആരൊക്കെയാണ്? സജന സജീവനും ആശാ ശോഭന. ആരൊക്കെയാണ്? സജന സജീവൻ, ആശാ ശോഭന. 2024 ഏപ്രിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഏതാണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ആണ്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനം ഏതാണ്? കവച്. ഏതാണ്? കവച് ആണ്. ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്ത്. ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. എത്രയാണ്? 144.17 കോടിയാണ്. എത്രയാണ്? 144.17 കോടി. 2024 ലോക കരൾ ദിനത്തിന്റെ പ്രമേയം. കരൾ ദിനം എന്ന ഏപ്രിൽ 19 ആണ്. എന്താണ് പ്രമേയം? കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. ഇന്ത്യയുടെ അടുത്ത നാവികസേന മേധാവിയാകുന്നത് ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. എവിടെയാണ് റുവാങ് അഗ്നിപർവ്വതം? ഇന്തോനേഷ്യയിലാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ഏതാണ്? ബ്രേക്ക് ഡാൻസ് ആണ്. ഏതാണ്? ബ്രേക്ക് ഡാൻസ്. ഏതാണ്? ബ്രേക്ക് ഡാൻസ്. പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ഏതാണ്? ബ്രേക്ക് ഡാൻസ് ആണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി ഏതാണ്? അബുദാബിയാണ്. ഏതാണ്? അബുദാബി.
3 മുതൽ 6 വയസ്സുവരെയുള്ള അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യ പദ്ധതി ഏതാണ്? ആധാരശില. ഏതാണ്? ആധാരശില. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് എവിടെയാണ്? എവിടെയാണ്? കോഴിക്കോടാണ്. എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 249 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 250ാമത്തെ ചോദ്യം നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ചോദ്യം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ചോദ്യം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക. താങ്ക്